ഹലോ, ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബും ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് പാൽക്കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണ് കാണിച്ചിരുന്നത്. അത് നമ്മൾ നല്ലോണം വറുത്ത് വെച്ച പൊടി, ഞാൻ നൂൽപുട്ടിൻ്റെ പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിൽ നല്ലോണം തിളച്ച വെള്ളം ഒഴിക്കുക. നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കൈകൊണ്ട് നല്ലോണം ഇളക്കി എന്താ പറയുക മിക്സ് ചെയ്യുക. എന്നിട്ട് വലിയ വലിയ ഉരുളകളാക്കി വെക്കുക. എന്നാൽ നമുക്ക് ചെറിയ ഉരുളയാക്കാൻ വേഗം കഴിയും. അതുകൊണ്ടാണ് വലിയ ഉരുളയാക്കി ആദ്യം വെച്ചത്. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി കൊഴുക്കട്ടയല്ലേ ഉണ്ടാക്കുന്നത്. ചെറിയ കൊഴുക്കട്ടയാകാനേ പാടുള്ളൂ. പണ്ടത്തെ ഒരു സ്റ്റൈലിൽ കൊഴുക്കട്ടയാകാൻ പാടില്ല. ചെറിയ ചെറിയ ഉരുളകളാക്കി ഇഡ്ഡലി തട്ടിൽ വെക്കുക. എന്നിട്ട് നല്ലോണം ആവിയിൽ വേവിച്ചെടുക്കുക. നമ്മൾ വറുത്ത പൊടിയെ കൊണ്ട് അധിക സമയമൊന്നും വേണ്ട. എന്നിട്ട് നല്ലോണം ആവിയിൽ വേവിച്ച കൊഴുക്കട്ട നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങാപ്പാൽ അധികം ആകാൻ പാടില്ല. അധികം ആയാൽ ടേസ്റ്റ് നമുക്ക് അത്ര തോന്നില്ല. ഒരു പാലിൻ്റെ ചൊയ വരും അധികം ആയാൽ. അപ്പം ഒരു തേങ്ങാപ്പാൽ കുറച്ചൊരു മൺചട്ടിയിലെടുക്കുക. ഞാൻ മൺചട്ടിയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. മൺചട്ടിനകത്ത് തേങ്ങാപ്പാലെടുക്കുക. സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൊഴുക്കട്ടയും പിന്നെ കുറച്ച് പച്ചമുളകും ഉപ്പും ആവശ്യമുള്ള ഉപ്പും ഇട്ട് കറിവേപ്പിലിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ശരിക്കും മുൻപാൽ മതി, രണ്ടാം പാൽ അധികം വേണ്ട, വെള്ളത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ കറി കേട്ടോ അതിന് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പം ചിക്കൻ നല്ലോണം ആവിയിൽ വേവിച്ചെടുത്ത് അത് കറിയാക്കി. അപ്പം പാൽക്കൊഴുക്കട്ടയും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടോ, ഒന്ന് ഉണ്ടാക്കി നോക്കാം.